ഹായ് ഹലോ നമസ്കാരം. ക്രിയേറ്റീവ് വ്ളോഗ്സ് ബൈ റാസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ കുറച്ച് ക്രാഫ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ കാർഡ്ബോർഡിൽ ഇതേപോലെ പെൻസിൽ ഉപയോഗിച്ച് വരച്ചതിന് ശേഷം ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. ചെറിയൊരു വീട് പോലെ സെറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ കാർഡ്ബോർഡിൽ ഇതേപോലൊരു പീസ് വെട്ടി ഇതിൻ്റെ ഒരു ബേസായിട്ട് കൊടുക്കുവാണ്. ബാക്കിയുള്ള പോർഷനും ഇതേപോലെ ഒട്ടിച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ്. കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ വൈറ്റ് കളറും ഉണ്ട്. ഇതൊന്ന് കളർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ എല്ലാ വശത്തും ഇതേപോലെ വൈറ്റ് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ മേൽക്കൂരയിലായിട്ട് ഞാൻ കുറച്ച് പഞ്ഞി ഒന്ന് വച്ച് സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ മേൽക്കൂരയിൽ ഇതുപോലെ പഞ്ഞിയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ശേഷം ഞാൻ ഇതേപോലെ ഒരു ചുവപ്പ് റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വീതി വേണ്ടാത്തത് കൊണ്ട് അത് ഞാൻ പകുതിയാക്കി കട്ട് ചെയ്ത് എടുക്കുവാണ്. ശേഷം നമ്മുടെ ക്രിസ്മസിൻ്റെ ബോള് ഇതിനകത്തൂടെ ഇതേപോലെ കെട്ടി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇതേപോലെ ഞാൻ 3 ബോൾസ് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ റിബണിൽ കെട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റിൻ്റെ കൂടെ റെഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 3 റെഡ് ബോൾസും അതിൻ്റെ മേൽക്കൂരയിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എൻ്റെ കയ്യിലുള്ള ട്രീയും കൂടെ ഇതേപോലെ ഇതിനകത്ത് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ നമുക്കിനി ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റിലെ രണ്ടാമത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാമേ. അപ്പോൾ അതിനായിട്ട് ഇതേപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൽ തന്നെ 3 ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്രിസ്മസ് ഓർണമെൻറ്റ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇതേപോലെ 3 ട്രീയുടെ ഷേപ്പിന് 3 വരച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ചെറിയ പീസ് കാർഡ്ബോർഡിൽ നിന്ന് ഇതേപോലെ ക്രിസ്മസ് ഓർണമെൻറ്റ് ചെയ്യാനുള്ള ഇതേപോലെയുള്ള 3 ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ചാക്കുനൂലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി ചാക്കുനൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. നമ്മുടെ കയ്യിലുള്ള നൂല് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാം. വൈറ്റോ റെഡോ ഗ്രീനോ ഏത് വേണോ നമുക്ക് കളർ ചൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചാക്കുനൂലാണ്. അപ്പോൾ അതുപയോഗിച്ച് ഞാനിവിടെ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ്.
അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ചാക്കുനൂല് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹാങ് ചെയ്യാനുള്ള ഒരു ഇതുകൂടി ചാക്കുപൊലി ഉപയോഗിച്ചതിന് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ഓർണമെൻ്റാണ്. നമുക്ക് തന്നെ ട്രീയിലൊക്കെ ഹാങ് ചെയ്യാനായിട്ട് നമുക്കിതേപോലെ സ്റ്റാറിൻ്റെ ഷേപ്പിനും കട്ട് ചെയ്ത് ഇതേപോലെ ചാക്കുനൂൽ ഉപയോഗിച്ചൊന്ന് ചുറ്റിയെടുക്കുമ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിരിക്കും അതും കാണാനായിട്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിനൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെയും കൂടെ ഒട്ടിച്ച് ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്നും ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റിലെ രണ്ടാമത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായോ അതോ ആദ്യത്തേതാണോ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റിലെ മൂന്നാമത്തെ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിനും ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് ബേസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടിക്ക് കോൺ ചുരുട്ടുന്നത് പോലെ ഇതേപോലെ ഒന്ന് ചുരുട്ടി ഈ ഒരു പേപ്പർ സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഈ ഒരു ബാക്കിയൊന്ന് ഈ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതിൻ്റെ പുറത്തും ഇതേപോലെ ഒന്ന് ചാക്കുനൂല് ചുറ്റി അതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ റെഡ് മാലമുത്ത് കൂടി ഉപയോഗിച്ച് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുത്തൊക്കെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ ഒരു സ്റ്റാർ കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പിലായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു ചെറിയൊരു വീട് കൂടി സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാമേ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീടിൻ്റെ അത് ഫുൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ മേൽക്കൂര സെറ്റ് ചെയ്യാനായിട്ട് കാർഡ്ബോർഡിൻ്റെ ആ മുകളിലത്തെ ലെയർ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇതേപോലെ ഒരു പോർഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് വീടിന് ഒരു വാതിൽ വെട്ടിയെടുക്കാനായിട്ട് മറന്നു പോയെന്ന്. അപ്പോൾ ഞാൻ പയ്യെ ആ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് വീടിൻ്റെ വാതിലും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ട്രീയും കൂടെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമേ. അതിനുശേഷം നമുക്കിനി ഈ ഒരു പഞ്ഞ് കൂടി ബാക്കിയുള്ള പോർഷനിലിട്ട് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഏകദേശം നമ്മുടെ മൂന്നാമത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേൽക്കൂരയിലായിട്ട് ഇതേപോലെ ഈ ഒരു ബ്രൗൺ കളറും കൂടെ കൊടുത്ത് നമുക്ക് എടുക്കാമേ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റ് മൂന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നിൽ നിങ്ങൾക്ക് ഏത് ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.